ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിക്കുക. ഭാവഭേദമില്ലാതെ മുഖ്യപ്രതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി TCV. കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആകാംക്ഷയിൽ മുന്നണികൾ. മത്സര പോരാട്ടം നടന്ന നഗരസഭകളിൽ ആര് വാഴുമെന്ന ആകാംക്ഷയിൽ മുന്നണികൾ. ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് വിശകലനം നടത്തി രാഷ്ട്രീയ പാർട്ടികൾ. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും. വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCV ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. സഹോദരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെയാണ് ആക്രമണം നടന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വാർത്തകളിലേക്ക് വിശദമായി. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷ അല്പസമയത്തിനകം വിധിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി M വർഗീസാണ് ശിക്ഷ വിധിക്കുക. കേസിലെ 1 മുതൽ 6 വരെ പ്രതികളായ പൾസർ സുനി, മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ് എന്നിവർക്കാണ് ശിക്ഷ വിധിക്കുന്നത്. പ്രതികളെ വിയ്യൂർ ജയിലിൽ നിന്നാണ് രാവിലെ 11 മണിയോടെ കോടതിയിലെത്തിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. ജില്ലയിലെ വോട്ടെണ്ണലിന്റെ തത്സമയ വിവരങ്ങൾ അതാത് കേന്ദ്രങ്ങളിൽ നിന്ന് TCV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെയും നഗരസഭാ, കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും. ബ്ലോക്ക് തല കേന്ദ്രങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്ക് ഒരു ഹാളും ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് വരണാധിമാർക്ക് പ്രത്യേക ഹാളും സജ്ജീകരിക്കും. വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറന്ന് ഓരോ വാർഡിലെയും വോട്ടിംഗ് മെഷീനുകളുടെ കൺട്രോൾ യൂണിറ്റുകൾ വോട്ടെണ്ണൽ ഹാളിലേക്ക് എത്തിക്കും. വാർഡ് 1 മുതലുള്ള ക്രമത്തിലാണ് മെഷീനുകൾ എത്തിക്കുക. ഒരു വാർഡിലെ എല്ലാ ബൂത്തുകളും ഒരു മേശയിൽ എണ്ണും. അതിനു മുൻപ് വരണാധികാരിയുടെ മേശയിൽ തപാൽ ബാലറ്റ് എണ്ണി തുടങ്ങും. വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റിലെ സ്വിച്ചിൽ തൊട്ടാൽ ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ലഭിക്കും. ഫലം അപ്പോൾ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യും. ജില്ലയിലെ വോട്ടെണ്ണൽ വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് TCV ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ ചേരും. സ്ക്രീനിൽ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ജനവിധി വ്യക്തമായി തന്നെ പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിശകലനങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ന്യൂസ് ഡെസ്ക് TCV. കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കും അറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ഇത്തവണയും തുടരാനാകുമോ ഇടതുമുന്നണിക്ക്? അതോ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കാനാകുമോ UDFന്? അട്ടിമറി നടന്നാൽ ഭരണം NDA നേടുമോ? എല്ലാം അറിയാൻ ഇനി വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രം ബാക്കി. വിജയസാധ്യത അനുകൂലമെന്ന് വിശ്വസിക്കുമ്പോഴും വിമതശല്യം UDFന് ഭീഷണി നിഴൽ പരത്തിയിട്ടുണ്ട്. ഇത്തവണ 3 ഡിവിഷനുകളിലാണ് UDFന് വിമത ഭീഷണി ഉയർന്നത്. എന്തുതന്നെയായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ഭരണം തുടരുമെന്നാണ് LDF ക്യാമ്പ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും വോട്ടായി മാറുമെന്നാണ് LDFന്റെ ആത്മവിശ്വാസം. അതേസമയം വിമതശല്യം ഇടതുമുന്നണിയെയും അലട്ടുന്നുണ്ട്. മുൻ ഡെപ്യൂട്ടി മേയർ ബീന മുരളി കൃഷ്ണപുരത്തും ചക്കാമുക്ക് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ജിതിൻ കോട്ടപ്പുറവും വിമതനായി രംഗത്തുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ 30 ഡിവിഷനുകളിൽ ഒന്നാമതെത്തിയത് ഇത്തവണ ആവർത്തിച്ചാൽ ഭരണം സുനിശ്ചിതമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. മറ്റ് ഇരു മുന്നണികളെ പോലെ NDAയ്ക്കും വിമതശല്യമുണ്ടായിരുന്നു. വടൂക്കര ഡിവിഷനിലായിരുന്നു വിമതൻ. 28 സീറ്റാണ് തൃശൂർ കോർപ്പറേഷനിലെ മാജിക് നമ്പർ. TCV ന്യൂസ്, തൃശൂർ. ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും നിർണായകം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിശാസൂചനയായി കരുതുന്ന ഫലം മുന്നണികളുടെ സംസ്ഥാന നേതൃത്വവും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്.
തൃശൂർ പിടിച്ചാൽ കേരള ഭരണവും കൂടെ പോരുമെന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതൃയോഗങ്ങളിൽ എടുത്തു പറയുന്ന കാര്യം. ജില്ലയുടെ മുൻകാല രാഷ്ട്രീയ ചരിത്രം ഈ വസ്തുതയ്ക്ക് ബലം നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ തദ്ദേശ പോരിൽ ചുവട് പിഴയ്ക്കരുതെന്ന് നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ താഴെ തട്ടിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് വിജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് തീരുമാനമെടുത്തത്. അതിനാൽ കാര്യമായ എതിർപ്പുകൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നില്ല. അപൂർവം ചിലയിടങ്ങളിൽ വിമതർ ശക്തരായ മത്സരരംഗത്തിറങ്ങിയെങ്കിലും വെല്ലുവിളിയായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ജില്ലയിലെ വോട്ടർമാർ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന മുരടിപ്പിലൂന്നിയുള്ള പ്രചരണം ഗുണം ചെയ്തുവെന്നും UDF കണക്കുകൂട്ടുന്നു. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റിനും ജില്ലയിൽ നിന്നും പുതിയതായി KPCC ഭാരവാഹികളായവർക്കും ഫലം നിർണായകമാണ്. അതേസമയം LDF ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തദ്ദേശ ഭരണത്തിൽ ഏത് സാഹചര്യത്തിലും മേൽക്കൈ പുലർത്തുന്ന ഇടതുമുന്നണിയെ രാഷ്ട്രീയ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അലോസരപ്പെടുത്തുന്നില്ല. CPM സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പുലർത്തിയ മേൽക്കൈ ഫലത്തിലും കാണാമെന്ന് നേതൃത്വം പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായെന്നും ഇടത് നേതൃത്വം പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും വിലയിരുത്തലുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയായ KV അബ്ദുൾ ഖാദറിനും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദനും നേതൃപദവിയിൽ എത്തിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് അംഗമാണിത്. BJP സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളുടെ രാഷ്ട്രീയം ഉരച്ചു നോക്കുന്നതാണ് ഈ ഫലം. ജില്ലയിലെ സംഘടനാ സംവിധാനം 3ആയി വിഭജിച്ച ശേഷമുള്ള ആദ്യ പോരാട്ടം. സിറ്റി ജില്ലാ പ്രസിഡന്റായി ജസ്റ്റിൻ ജേക്കബും നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യനും സൗത്തിൽ AR ശ്രീകുമാറിന്റെയും നേതൃത്വത്തിലാണ് പാർട്ടി കളത്തിലിറങ്ങിയത്. വിവാദങ്ങൾ LDFനെയും UDFനെയും കടന്നാക്രമിക്കാൻ അവർക്ക് അവസരം നൽകുകയും ചെയ്തു. കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാൻ NDAയ്ക്ക് അവസരം നൽകണമെന്ന പ്രചരണത്തിന്റെ ഗുണഫലവും BJP കാത്തിരിക്കുന്നു. എന്തായാലും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുംകാല രാഷ്ട്രീയ നിക്ഷേപങ്ങളിലേക്കുള്ള മുന്നണികളുടെ ഈടുവയ്പായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കൗണ്ടിൽ കയറുന്ന വോട്ട് കണക്കിലേക്കുള്ള കാത്തിരിപ്പ് തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. TCV ന്യൂസ്, തൃശൂർ. പോര് കഴിഞ്ഞു. ലാഭനഷ്ട കണക്കുകൾ വിലയിരുത്തുകയാണ് കൊടുങ്ങല്ലൂരിൽ മുന്നണികൾ. കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന നഗരസഭകളിലൊന്നായ കൊടുങ്ങല്ലൂരിൽ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ പാർട്ടികൾ ആത്മവിശ്വാസത്തിലാണ്. 28 മുതൽ 30 സീറ്റ് വരെ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സീറ്റ് എത്ര കുറഞ്ഞാലും ഭരണം കയ്യിലിരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഭരണം പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ BJP 28ലധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാദ്യമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരണം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP. ഭരണം സ്വപ്നം കാണുന്നില്ലെങ്കിൽ കൂടി നില മെച്ചപ്പെടുത്തുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഏറ്റവും കുറഞ്ഞത് 5 സീറ്റെങ്കിലും കൈപ്പിടിയിലുണ്ടാകുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ആർക്കും ഭൂരിപക്ഷമില്ലാതെ വരുന്ന സാഹചര്യത്തിൽ നഗരം ആര് ഭരിക്കണമെന്ന് തങ്ങൾ തീരുമാനിക്കുമെന്ന ആശയം UDFനുണ്ട്. വാർഡ് പുനഃക്രമീകരണവും പ്രാദേശിക വിഷയങ്ങളും പ്രധാന ഘടകമായ തിരഞ്ഞെടുപ്പിൽ ഫലം പ്രവചനാതീതം തന്നെയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. 1/4 നൂറ്റാണ്ടിന് ശേഷം ഗുരുവായൂർ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. എന്നാൽ വികസന നേട്ടങ്ങൾ വോട്ടായി മാറിയതിനാൽ ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് NDAയും ഉറപ്പിക്കുന്നു. 3 വാർഡുകൾ വർദ്ധിച്ച് 46 ആയപ്പോൾ 24 സീറ്റിലധികം നേടുമെന്നാണ് UDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ ആദ്യം കളത്തിലിറക്കാനായതും അഭിപ്രായ വ്യത്യാസങ്ങളും വിവാദങ്ങളുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനായതും വിജയസാധ്യതയായി UDF വിലയിരുത്തുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ കഴിഞ്ഞുവെന്നും നേരത്തെ കൗൺസിലർമാരായിരുന്ന 12 പേരെ മത്സരിപ്പിക്കാനായതും വിജയപ്രതീക്ഷ കൂട്ടുന്നു. LDF കൗൺസിലർമാരായിരുന്ന 2 പേരെ UDF സ്ഥാനാർത്ഥികളായി കിട്ടിയതും നേട്ടമായാണ് നേതൃത്വം നോക്കിക്കാണുന്നത്. എന്നാൽ 28 സീറ്റുകൾ ഉണ്ടായിരുന്നത് ഇത്തവണ വർദ്ധിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി ഗുരുവായൂർ നിവാസികൾ ആവശ്യപ്പെട്ടിരുന്ന റെയിൽവേ മേൽപ്പാലവും അഴുക്കുചാൽ പദ്ധതിയുമായിരുന്നു LDF പ്രചാരണ ആയുധമാക്കിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞതും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായതുമാണ് LDFന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിളക്കമേകുന്നത്. മുൻ കൗൺസിലർമാരായിരുന്ന 11 പേരെയാണ് LDF ഇത്തവണ മത്സരരംഗത്തിറക്കിയത്. UDF കൗൺസിലറായിരുന്ന AT ഹംസ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായത് നേട്ടമായാണ് നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 2 സീറ്റ് ഇത്തവണ 5ആയി ഉയരുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളും കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കാനായതും ഇവരുടെ വിജയപ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. വടക്കാഞ്ചേരി നഗരസഭയിൽ 3 മുന്നണികളും പ്രതീക്ഷയിൽ. നഗരസഭയിൽ നിലവിലുള്ള 23 സീറ്റുകൾ ഇക്കുറി 30ആയി ഉയരുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2 പ്രാവശ്യവും കൈവിട്ടുപോയ നഗരസഭ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. നിലവിലുള്ള 1 സീറ്റ് 5ആയി വർദ്ധിപ്പിക്കാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് NDA. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ചാലക്കുടി നഗരസഭയിൽ 2 മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ.
വലിയ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്താൻ സാധിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. 15 വാർഡുകളിൽ അനായാസ വിജയം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. 15ഓളം സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന് അവരും കണക്കുകൂട്ടുന്നു. UDFന്റെ ചില വൻമരങ്ങൾ കടപുഴകുമെന്നും ഇതോടെ LDF ഭരണത്തിലെത്തുമെന്നും നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 2 സീറ്റുകളിൽ വിജയമാണ് NDA പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി നഗരസഭയിൽ 37 വാർഡുകളുണ്ട്. ആര്യങ്കാല, വെട്ടുകടവ്, മൈത്രി നഗർ, വെട്ടിശ്ശേരിക്കുളം, കണ്ണമ്പുഴ എന്നീ വാർഡുകൾ ത്രികോണ മത്സരത്താൽ ശ്രദ്ധേയമായി. ഇതിൽ വെട്ടുകടവ്, മൈത്രി നഗർ, വെട്ടിശ്ശേരിക്കുളം എന്നിവ UDFന്റെ വിജയപ്പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ്. ഇവിടങ്ങളിലെ വിജയം പാളിപ്പോയാൽ അത് ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയാകും. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ വിജയിച്ച UDF അധികാരത്തിലെത്തിയതാണ് ചാലക്കുടി നഗരസഭ. LDFന്റെ അംഗസംഖ്യ 5-ൽ ഒതുങ്ങുകയായിരുന്നു. 3 സ്വതന്ത്രന്മാരും വിജയിച്ചു. ഇത്തവണ 10ഓളം സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ LDFന് വലിയ നേട്ടമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. TCV ചാലക്കുടി. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ നടക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് കേരള വിഷൻ. കഴിഞ്ഞ 10-25 വർഷമായി വാടക കെട്ടിടത്തിലാണ് കേരള വിഷൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ അസോസിയേഷൻ്റെ കീഴിലുള്ള തൃശ്ശൂർ കോർപ്പറേറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനി, തൃശ്ശൂർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന കമ്പനി, അത്തരത്തിലുള്ള കമ്പനികൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പനികളുടെ ഒരു ആസ്ഥാന മന്ദിരം ഒറ്റ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ജില്ലയിലെ 600ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു ഷെയർ സമാഹരണത്തിലൂടെയാണ് നമുക്ക് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. തൃശ്ശൂർ പൂത്തോള് എക്സൈസ് അക്കാദമിക്ക് മുൻവശത്തായിട്ട് 22,000 സ്ക്വയർ ഫീറ്റിൽ പണി നിർത്ത TCV ടവറിൻ്റെ ഉദ്ഘാടനമാണ് ഈ 14-ാം തീയതി നടക്കുന്നത്. പൂത്തോൾ എക്സൈസ് അക്കാദമിക്ക് എതിർവശം 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCU ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4-ന് പൂത്തോൾ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണൽ നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. തൃശൂർ കേരള വിഷൻ ലിമിറ്റഡിന്റെ ഉദ്ഘാടനം മന്ത്രി K. രാജനും TV വിനോദ് കുമാർ മെമ്മോറിയൽ ഹാളിന്റെ ഉദ്ഘാടനം മന്ത്രി R. ബിന്ദുവും നിർവഹിക്കും. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ PB സുരേഷ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K. ഗോവിന്ദൻ, മലയാളം ന്യൂസ് 24/7 മാനേജിംഗ് ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ്, സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് അച്ചാണ്ടി, KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, COA ജില്ലാ സെക്രട്ടറി P. ആന്റണി, TCV ലിമിറ്റഡ് ചെയർമാൻ അമ്പലപ്പാട്ട് മണികണ്ഠൻ, സ്വാഗത സംഘം ചെയർമാൻ TD സുഭാഷ് തുടങ്ങിയവർ സംസാരിക്കും. ജില്ലയിലെ 600ഓളം വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും പങ്കെടുക്കും. തുടർന്ന് TCV ഗ്രാൻഡ് സെലിബ്രേഷൻ മെഗാ ഷോയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P. ആന്റണി, മാനേജിംഗ് ഡയറക്ടർ PB സുരേഷ്, ഡയറക്ടർ CA ബൈജു എന്നിവർ പങ്കെടുത്തു. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഷാജുവിന്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജുവിന്റെയും ജിജുവിന്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിന്റെ ടാപ്പ് തുറന്നു വിടുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരം അറിയുന്നത്. ഞങ്ങൾ നേരം വെളുത്ത് വന്നപ്പോഴേ 3 ചവിട്ടി, 2 ചെടിച്ചട്ടി, 2 ചെരുപ്പ്, ഇതൊന്നും കാണാനില്ല. അത് അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ റോഡിൻ്റെ അവിടെ ആ സൈഡിൽ ആ കാടിൻ്റെ ഉള്ളിൽ കിടക്കണം. അതൊക്കെ കിട്ടി. തുടർന്ന് വീട്ടുകാർ വരന്തരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്നും ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ഇനി നഗരത്തിന് നറുമണം ചൊരിയും. ഹരിതചട്ടം പാലിച്ച് വ്യത്യസ്തമാർന്ന മാർഗത്തിലൂടെ മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ഗുരുവായൂർ നഗരസഭയുടെ 46 വാർഡുകളിലെ 70 പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള ജൈവമാലിന്യം ശേഖരിക്കാനായി ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടി കരുതിയിരുന്നു. അജൈവ മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനവും ഉറപ്പുവരുത്തിയിരുന്നു. ചെടിച്ചട്ടിയിൽ ശേഖരിച്ച മാലിന്യത്തിന് മുകളിൽ മണ്ണ് നിറച്ച പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കും.
സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ഈ പൂച്ചട്ടികൾ സ്ഥാപിക്കുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ എസ് ഹർഷീദ് പറഞ്ഞു. നമ്മളെ കന്നി വോട്ടർമാർക്കും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന വോട്ടർമാർക്കും അവരുടെ വോട്ടിംഗ് ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഒരു മരം തന്നെ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളുടെ അവിടെ ഉണ്ടാകുന്ന അതായത് പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ചെടിച്ചട്ടികളിൽ ഇനോക്കുലം നിറച്ച ചെടിച്ചട്ടികളിലേക്ക് ഇടുകയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് അതിനെ തൈയാക്കി മാറ്റി നഗര സൗന്ദര്യവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നഗരത്തിന്റെ മാലിന്യത്തൊട്ടിയായിരുന്ന ചൂൽപ്പുറം ട്രഞ്ചിങ് ഗ്രൗണ്ട് പൂങ്കാവനമാക്കി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഗുരുവായൂർ നഗരസഭ ഈ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധേയമായ നേട്ടമാണ് കൊയ്തത്. TCV ന്യൂസ്, തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ തലം ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെട്ടുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചാലക്കുടി പുഴയിൽ റെയിൽവേ പാലത്തിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കും. ജീൻസും ടീഷർട്ടുമാണ് വേഷം. തലമുണ്ടലം ചെയ്തിട്ടുണ്ട്. റെയിൽവേ ട്രാക്കിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തൊഴിലാളികളാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. കൊരട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വാടാനപ്പള്ളിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തളിക്കുളം പുളിയംതുരുത്ത് അവലിശ്ശേരി വീട്ടിൽ 35 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കൃഷിഭവന് സമീപമുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ടായിരുന്ന യുവാവ് പിന്നീട് വാടാനപ്പള്ളിയിലെ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഭാര്യയുടെ അടുത്ത് വന്ന് തർക്കിച്ചിരുന്നു. തുടർന്ന് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പുറപ്പെട്ടു. മരിക്കുകയാണെന്ന വിവരം ഭാര്യയുടെ വാട്സാപ്പിലും അറിയിച്ചു. തുടർന്ന് വാടാനപ്പള്ളി സെന്ററിലെ കൃഷിഭവൻ ഓഫീസിന് മുന്നിലെ മരക്കൊമ്പിൽ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. സംസ്ഥാന അവാർഡ് നേടിയ ചോല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഖിൽ വിശ്വനാഥ് മറ്റത്തൂർ, ചുങ്കാൽ, പോൾസൺപടി, ചെഞ്ചേരി വിളപ്പിൽ വിശ്വനാഥന്റെ മകനാണ്. ഓപ്പറേഷൻ ജാവ ഉൾപ്പെടെയുള്ള സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രതീഷ് വേഗ സംവിധാനം ചെയ്ത ടെലിഫിലിമിലൂടെയാണ് സഹോദരൻ അരുണിനൊപ്പം ആദ്യമായി അഭിനയ രംഗത്തെത്തിയത്. ഈ ടെലിഫിലിമിലെ അഭിനയത്തിന് 2010 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരങ്ങൾക്കുള്ള ടെലിവിഷൻ അവാർഡ് ഇരുവരും നേടിയിരുന്നു. പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളുടെ വീടിന് മുൻപിൽ പടക്കം ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുള്ള ആഘോഷങ്ങൾ അനുവദിക്കില്ലെന്ന് പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ പറഞ്ഞു. വിജയിച്ച സ്ഥാനാർത്ഥികളുമായുള്ള ജാഥയുടെ സ്ഥലം, സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മുൻകൂട്ടി പോലീസിൽ അറിയിക്കണം. വിജയാഘോഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം സംഘാടകർ ഏറ്റെടുക്കേണ്ടി വരുമെന്നും SHO TCVയോട് പറഞ്ഞു. നാരായണീയ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്ക് ബഹ്റൈനിലെ ഗുരുവായൂരപ്പ ഭക്തരുടെ വകയായി പാൽപ്പായസം നൽകി. 101 ലിറ്റർ പായസമാണ് പടിഞ്ഞാറേ നടയിൽ വിതരണം ചെയ്തത്. ബീന ഗുരുവായൂർ, തങ്കം പരമേശ്വരൻ, വി രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ഏകാദശിക്കുള്ള ആനച്ചമയങ്ങളുടെ പ്രദർശനം തൃശ്ശൂരിൽ സംഘടിപ്പിച്ചു. ഈ മാസം 15-ന് ആഘോഷിക്കുന്ന തൃപ്രയാർ ഏകാദശിക്ക് 15 ആനകൾക്കുള്ള മുഴുവൻ സെറ്റ് ആനച്ചമയങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിലെ ജീവധനം കാര്യാലയത്തിലാണ് പ്രദർശിപ്പിച്ചത്. തൃശൂർ പൂരത്തിന്റെ പാറമേക്കാവ് വിഭാഗം പ്രധാന ചമയപ്പണിക്കാരനായ വസന്തകുമാർ കുന്നത്തങ്ങാടിയാണ് ചമയപ്പണികൾക്ക് നേതൃത്വം വഹിച്ചത്. പ്രദർശനം കാണാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രനും എത്തിയിരുന്നു. കലാകാരന്മാരെ പ്രദർശന വേദിയിൽ ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേല ദിനത്തിലെ പ്രധാന വഴിപാടായ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ തുടങ്ങി. ടിക്കറ്റുകൾ ഓൺലൈനിലൂടെയും അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിലൂടെയും ചൊവ്വാഴ്ച വരെ ബുക്ക് ചെയ്യാം. അഡ്വാൻസ് ബുക്കിംഗ് കഴിഞ്ഞ് ബാക്കി വരുന്ന ടിക്കറ്റുകൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രം കൗണ്ടറിൽ വെച്ച് വിതരണം ചെയ്യും. 25 രൂപയാണ് നിരക്ക്. ഒരു ഭക്തന് പരമാവധി 100 രൂപയുടെ അവിൽ നിവേദ്യം ഷീട്ടാക്കാം. കുചേല ദിനത്തോടനുബന്ധിച്ച് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കഥകളി പദ സംഗീതാർച്ചന നടത്തും. വൈകിട്ട് 6:20 മുതൽ ഭക്തി പ്രഭാഷണവും 7:30 ചലച്ചിത്ര സീരിയൽ താരം ദേവി ചന്ദനയുടെ നൃത്താർച്ചനയും രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും ഉണ്ടാകും.
സ്റ്റൈൽ മന്നൻ രജനീകാന്തിന് ഇന്ന് 75-ാം പിറന്നാൾ. താരരാജാവിന്റെ പിറന്നാൾ ആഘോഷം ആരാധക ലോകത്ത് അലയടിക്കുകയാണ്. അഭ്രപാളിയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും ആരാധക മനസ്സുകളിലേക്ക് അമ്പരപ്പിക്കുന്ന പരിവേഷവുമായി പടർന്നു കയറിയ രജനീകാന്ത് ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ അത്ഭുതമായി മാറിയിട്ട് 50 സിനിമാ വർഷങ്ങൾ പിന്നിടുകയാണ്. 75-ാം പിറന്നാൾ കൂടിയെത്തുമ്പോൾ ആരാധകർക്ക് മതിമറന്ന് ആഘോഷിക്കാൻ ഇനി എന്തു വേണം? കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പം എന്ന ചെറുഗ്രാമത്തിൽ നിന്നും ശിവാജി റാവു ഗേക്വാദ് നടന്നു കയറിയ വഴികൾ രജനീകാന്ത് എന്ന നടനിലേക്ക് മാത്രമായിരുന്നില്ല, ഒരു ജനതയുടെ വീരപരിവേഷത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത സിംഹാസനത്തിലേക്ക് കൂടിയാണ്. സിനിമയിൽ മുഖം കാണിക്കുക എന്ന ആഗ്രഹവുമായാണ് ചെന്നൈയിലേക്ക് വണ്ടി കയറിയത്. എന്നാൽ ജീവിതത്തിന്റെ കഠിനപാതകൾക്ക് മുന്നിൽ ആഗ്രഹങ്ങളെ മനസ്സിന്റെ തിരശീലയ്ക്ക് പിന്നിലൊതുക്കി നാട്ടിലേക്ക് തിരികെ എത്തി. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ബസ് കണ്ടക്ടറായി. എങ്കിലും അഭിനയമോഹത്തിന്റെ ടിക്കറ്റ് ഒരിക്കലും അദ്ദേഹം കീറിക്കളഞ്ഞില്ല. നാടകങ്ങളിൽ സജീവമായി. പിന്നീട് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കാനും ചേർന്നു. കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ 1975-ൽ റിലീസായ അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കുറിക്കുന്നത്. രജനീകാന്ത് എന്ന പേര് നൽകിയതും സംവിധായകൻ കെ ബാലചന്ദ്രൻ തന്നെ. നെട്രിക്കൺ ആദ്യ ബ്രേക്ക് നൽകി. 1980-കൾ രജനീകാന്തിനെ തമിഴ് സിനിമയുടെ അവിഭാജ്യ ഘടകമാക്കി. 90-കളിലെത്തിയപ്പോൾ സൂപ്പർ താരത്തിന്റെ മിന്നൽ വളർച്ചയ്ക്കും കോളിവുഡ് സാക്ഷ്യം വഹിച്ചു. ദളപതി, മന്നൻ, പാണ്ഡ്യൻ, ഭാഷ, മുത്തു, പടയപ്പ, അരുണാചലം എന്നീ ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ഇക്കാലയളവിലാണ്. സിനിമാ കൊട്ടകകൾ താരാരാധനയുടെ ആഘോഷാരവങ്ങളിൽ മതിമറന്നാടിയ കാലമായിരുന്നത്. 2002-ൽ പുറത്തിറങ്ങിയ ബാബ ബോക്സ് ഓഫീസിൽ തകർന്നു വീണതോടെ രജനിയുടെ കാലഘട്ടം അവസാനിച്ചുവെന്ന് എല്ലാവരും വിധിയെഴുതി. എന്നാൽ 3 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ ചന്ദ്രമുഖി എന്ന ചിത്രം ആ തീർപ്പിനെ മാറ്റിയെഴുതി. പിന്നീടങ്ങോട്ട് യന്ത്രനും കബാലിയും കാലയും പേട്ടയും ദർബാറും അണ്ണാത്തിയുമെല്ലാം രജനി ആരാധകരെ കൊണ്ട് തിയേറ്ററുകൾ നിറച്ചു. 2000-ൽ പത്മഭൂഷണും 2016-ൽ പത്മവിഭൂഷണും നൽകി രാജ്യം രജനിയെ ആദരിച്ചു. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് യൂണിയന്റെയും സെൻട്രൽ ബാങ്ക് ഓഫ് ഓഫീസേഴ്സ് യൂണിയന്റെയും സംയുക്ത സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ ഗുരുവായൂരിൽ നടക്കും. ഗുരുവായൂർ GK കൺവെൻഷൻ സെന്ററിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഓൾ ഇന്ത്യ സെൻട്രൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് CH വെങ്കിടാചലം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ വിവിധ യൂണിയൻ നേതാക്കളായ CH വെങ്കിടാചലം, TG പ്രദീപ്, G അനിൽകുമാർ, CK ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. കേരള വാർത്ത സർഗസാഹിതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ലക്ഷ്മി വെങ്കടേഷ് സ്മൃതി പുരസ്കാരം ഡോക്ടർ PB ഋഷികേശന്റെ ലോലചിത്തരാം ചിത്രശലഭങ്ങളെ പോലെ എന്ന കാവ്യസമാഹാരത്തിന് ലഭിച്ചു. 10,000 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നീർമാതളം കാവ്യമുദ്ര കവിതാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. സുരേഷ് പാർലിക്കാട് രചിച്ച നിശബ്ദത എന്ന കവിതയ്ക്കാണ് 1ാം സമ്മാനം. ഈ മാസം 20-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ CG അശോകൻ, ബദറുദ്ദീൻ ഗുരുവായൂർ, കൃഷ്ണകുമാർ മാപ്രാണം, ശ്രീദേവി അമ്പലപുരം, ബാബു സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 16-ന് വിജയ് ദിവസ് ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴക്കേ നടയിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം തയ്യാറാക്കിയ അമർ ജവാൻ സ്തൂപത്തിൽ രാവിലെ 10-ന് പുഷ്പാർച്ചനയോടെ ആരംഭിക്കും. ലഫ്റ്റനന്റ് കേണൽ CK ബാബു ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ KK വേലായുധൻ, അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, K സുഗതൻ, ഡോക്ടർ KB പ്രഭാകരൻ, AK ശിവാനന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 14ാമത് തൃശൂർ വാക്കത്തോൺ ഞായറാഴ്ച നടക്കും. തൃശൂർ പാലസ് റോഡിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ഓഫീസിന് മുന്നിൽ നിന്ന് രാമവർമ്മപുരം ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഗ്രൗണ്ടിലേക്കാണ് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. സമാപന സമ്മേളനം KAP 2 ബറ്റാലിയൻ കമാൻഡന്റ് R രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, തൃശൂർ വാക്കത്തോൺ ചെയർമാൻ വർഗീസ് മാളിയേക്കൽ, ജനറൽ കൺവീനർ ടോഫി നെല്ലിശ്ശേരി, ജോസ് പുതുക്കാടൻ, അമിത് രാമൻ എന്നിവർ പങ്കെടുത്തു.
ക്രിസ്മസ് അവധി പുനഃക്രമീകരിച്ചു. സ്കൂൾ അടയ്ക്കുന്നത് ഒരു ദിവസം കൂടി നീട്ടി. ഡിസംബർ 24 മുതൽ ജനുവരി 4 വരെയാണ് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം 23-നാണ് സ്കൂൾ അടയ്ക്കുക. അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുക ജനുവരി 5-നായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ക്രിസ്മസിന് 12 ദിവസങ്ങളാണ് കുട്ടികൾക്ക് അവധി ലഭിക്കുക. സാധാരണ വർഷങ്ങളിൽ 10 ദിവസമാണ് ക്രിസ്മസ് അവധി ഉണ്ടായിരിക്കുക. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തിയതിനാലാണ് അവധികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് ആരംഭിക്കുന്ന ക്രിസ്മസ് പരീക്ഷകൾ 23-നാണ് അവസാനിക്കുക. ഭരതത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊർമിള മുല്ലപ്പള്ളിയുടെ ഭരതനാട്യം ഞായറാഴ്ച വൈകിട്ട് തൃശൂർ സാഹിത്യ അക്കാദമിയിൽ അരങ്ങേറും. ബാംഗ്ലൂരിലെ അദ്വികം സ്കൂൾ ഓഫ് ഡാൻസ് സ്ഥാപകയും ഡയറക്ടറുമാണ് ഊർമിള മുല്ലപ്പള്ളി. കുട്ടനല്ലൂർ മുല്ലപ്പള്ളി ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ ഇളയതിൻ്റെയും ഇന്ദിരാദേവിയുടെയും മകളാണ്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് TR രഞ്ജു, സെക്രട്ടറി വിനോദ് കണ്ടേൻകാവിൽ, ഉണ്ണികൃഷ്ണൻ ഇളയത് എന്നിവർ പങ്കെടുത്തു. നിക്യ സുന്നഹദോസിന്റെ 1700-ാം വാർഷികം പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. പള്ളിക്കുളം കാൽഡിയൻ സെന്ററിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ സെമിനാർ, സഭയുടെ മ്യൂസിക് ബാൻഡിന്റെ ഗാനാലാപനം എന്നിവയും അരങ്ങേറും. വൈകിട്ട് 5-ന് കൽദായ സഭാ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, ഡോക്ടർ ഗീവർഗീസ് മോർ കൂറിലോസ്, മാർ ബോസ്കോ പുത്തൂർ, മാത്യൂസ് മോർ അഫ്രേം തുടങ്ങിയവർ സന്ദേശം നൽകും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് ജേക്കബ് വെങ്ങാശ്ശേരി, ചെയർമാൻ അബി ജെ പൊന്മാണിശ്ശേരി, വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ കെ ജോസഫ്, കേന്ദ്ര ട്രസ്റ്റിമാരായ പോൾ അബി മലേക്, ജോഫിൻ ജോൺ ഒല്ലൂക്കാരൻ എന്നിവർ പങ്കെടുത്തു. ഇനി വാണിജ്യം. കൊച്ചി ആസ്ഥാനമായി 4 നൂറ്റാണ്ടിലേറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന വിസ്മണി ഫിനാൻഷ്യൽ സർവീസസിന്റെ കീഴിലുള്ള യൂണിമണിയുടെ തൃശൂർ ബ്രാഞ്ച് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൊക്കാല കാസിനോ കോംപ്ലക്സിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച യൂണിമണി തൃശൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം വിസ്മണി ഫിനാൻഷ്യൽ സർവീസിന്റെ ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ R കൃഷ്ണൻ നിർവഹിച്ചു. CFO മനോജ് V മാത്യു, COO B സതീഷ് കുമാർ, CPO R രതീഷ്, നാഷണൽ ബിസിനസ് മേധാവികളായ പ്രകാശ് ഭാസ്കർ, ജോൺ ജോർജ്, K ടൈറ്റസ്, സെൻട്രൽ കേരള സോണൽ മേധാവി സന്തോഷ് ഉണ്ണിത്താൻ, റീജിയണൽ മേധാവി K സതീഷ്, ബ്രാഞ്ച് മേധാവി PP വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയിൽ തന്നെ ആദ്യമായി 25 കറൻസികൾ ഒറ്റ കാർഡിൽ ലഭ്യമാകുന്ന വിസ് വോയേജർ മൾട്ടി കറൻസി ട്രാവൽ കാർഡിന്റെ സവിശേഷതകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. 7 എക്സ്ക്ലൂസീവ് ഓപ്ഷനുകൾ ഉൾപ്പെടെ 25 ആഗോള കറൻസികളെ പിന്തുണയ്ക്കുന്ന ഇന്ത്യയിലെ ആദ്യ ട്രാവൽ കാർഡാണിത്. ഇൻസ്റ്റന്റ് ഇൻ-ആപ്പ് കറൻസി എക്സ്ചേഞ്ച്, ക്യാഷ് ഓവർ ദി കൗണ്ടർ സപ്പോർട്ട്, സർചാർജ് രഹിത ATM പിൻവലിക്കലുകൾ, സ്മാർട്ട് AI അധിഷ്ഠിത സ്പെൻഡ് അനലിറ്റിക്സ്, 24/7 വാട്സാപ്പ് സഹായം തുടങ്ങിയ സവിശേഷതകൾ അടങ്ങിയ ഈ ട്രാവൽ കാർഡ് എല്ലാ അന്താരാഷ്ട്ര യാത്രകളും സുഗമമാക്കാൻ സഹായിക്കും. ഇന്ത്യയിലുടനീളം 317ഓളം ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നതായും ഈ സാമ്പത്തിക വർഷം 35 ബ്രാഞ്ചുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുമെന്നും ഡയറക്ടറും CEOയുമായ R കൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിൽ മൊത്തം ഞങ്ങൾക്ക് 320 ബ്രാഞ്ച് ഉണ്ട്. 35 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയുണ്ട്. 355 ബ്രാഞ്ചിലേക്ക് പോകാന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ ഇയറിലെ ലക്ഷ്യം. ഞങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇൻവേർഡ് മണി ട്രാൻസ്ഫർ വെച്ചാണ് തുടങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് കടന്നു, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സിലേക്ക് കടന്നു, ഗോൾഡ് ലോൺസിലേക്ക് കടന്നു, പ്രീപെയ്ഡ് വാലറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ വിസ് വോയേജർ എന്ന് പറഞ്ഞൊരു മൾട്ടി കറൻസി കാർഡും ലോഞ്ച് ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കസ്റ്റമേഴ്സിന്റെ സ്നേഹവും ഫീഡ്ബാക്കിലൂടെയാണ്. ഇനിയും അങ്ങോട്ട് അത് ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശത്തേക്ക് പണം അയക്കാനുള്ള സൗകര്യം, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ്, ഗോൾഡ് ലോൺ, മണി ട്രാൻസ്ഫർ, യൂട്ടിലിറ്റി പേയ്മെന്റ്, ഇൻഷുറൻസ് തുടങ്ങിയ സേവനങ്ങളും ഉത്തരവാദിത്തത്തോടെ യൂണിമണി നൽകി വരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9847488810. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,160 രൂപ, പവന് 97,280 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ അല്പസമയത്തിനകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിക്കുക. ഭാവഭേദമില്ലാതെ മുഖ്യപ്രതി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളുമായി TCV. കോർപ്പറേഷൻ ഭരണം ആര് പിടിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പ്. ആകാംക്ഷയിൽ മുന്നണികൾ. മത്സര പോരാട്ടം നടന്ന നഗരസഭകളിൽ ആര് വാഴുമെന്ന ആകാംക്ഷയിൽ മുന്നണികൾ. ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ച് വിശകലനം നടത്തി രാഷ്ട്രീയ പാർട്ടികൾ. ജില്ലയിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ TCV ടവറിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച പൂത്തോളിൽ. വ്യവസായ മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 22,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 4 നിലകളിലായാണ് TCV ടവർ നിർമ്മാണം പൂർത്തീകരിച്ചത്. വരന്തരപ്പള്ളി കുന്നത്തുപാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. സഹോദരങ്ങളുടെ വീടുകൾ ഉൾപ്പെടെയാണ് ആക്രമണമുണ്ടായത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.